ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. പഴവും ശർക്കരയും ചേർത്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ നല്ല സ്വാദുള്ള പലഹാരമാണ്. പാളയൻകൂടും പഴം കൊണ്ടാണ് ഈ അപ്പം ഉണ്ടാക്കണേ. 4 പഴമുണ്ട്. പാകത്തിന് പഴുത്ത് തിരി നിറം മാറി തുടങ്ങിയ പഴമാണ്. പാളയൻകൂടനിൽ തന്നെ വലിപ്പമുള്ള പഴമാണിത്. ഇനി പ്രധാനമായിട്ട് വേണ്ടത് ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് മറയൂർ ശർക്കരയാണ്. ഉണ്ട ശർക്കര ചീകിയെടുത്തതാണ്. 1 കപ്പുണ്ട്. ഇതിൽ കല്ലും കരടൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. നാളികേരം ചെറുകിയത്, ഇതും ശർക്കരയുടെ അത്ര തന്നെ അളവിലാണ് എടുത്തേക്കണത്. പിന്നെ 2 കോഴിമുട്ടയും. പഴം തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് നുറുക്കിയിടാം. ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയിട്ടാൽ പേസ്റ്റ് പോലെ ആയിക്കോളും. ഇനി കോഴിമുട്ടയും പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, കട്ടയില്ലാണ്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ബൗളിലേക്ക് ഈ മിക്സ് ഒഴിക്കാം. ശർക്കര പൊടി ചേർക്കാം. ശർക്കര പാനിയാക്കിയത് ചേർത്താൽ ലൂസാവും കൺസിസ്റ്റൻസി, ചിലപ്പോൾ പൊടിയാണ് നല്ലത്. 8 ഏലക്കായ പൊടിച്ചതാണ്. അരിപ്പൊടി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. നല്ലോണം ഇളക്കാം. ശർക്കര പാവ് കാച്ചിയതാണെങ്കിൽ 1 നൂൽ പാകാക്കിയിട്ട് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ ലൂസാവും അല്ലാണ്ട്. രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്തിട്ട് ഇളക്കാം. ഇനി നാളികേരം ചേർക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. ഇനി 1 നുള്ള് സോഡാപ്പൊടി ചേർത്തിട്ട് ഇളക്കാം. ഇങ്ങനെ മാവുണ്ടാക്കി വെച്ചിട്ട് സ്റ്റീം ചെയ്യാനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചാൽ ആ നേരം കൊണ്ട് മാവ് റെഡിയാവും. റവ ഒന്ന് കുതിർന്ന് കിട്ടും. ശർക്കര പൊടി എല്ലാത്തിലേക്കും ലയിച്ച് ചേരും. അങ്ങനെ ഒരു 10 മിനിറ്റ് സമയം തന്നെ മതി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കല്. ഒരു പാത്രത്തിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. സൈഡിലും നെയ്യ് തേച്ചു. ഇനി മാവ് ഒഴിക്കാം. ഇത്ര കട്ടി വേണം മാവിന്. ഇഷ്ടമാണെങ്കിൽ കാഷ്യൂ നട്ട്സ് ചേർക്കാം. ഒന്ന് തട്ടി മാവ് സെറ്റാക്കിയിട്ട് വയ്ക്കാം. വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. മാവ് ഒഴിച്ച പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ 10 മിനിറ്റ് വേവിക്കാം. ഇനി തുറന്ന് നോക്കാം. പാകത്തിന് വെന്തിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചൂടാറിയിട്ട് ഒരു പ്ലേറ്റ് വെച്ച് അടച്ചിട്ട് അപ്പം പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി മുറിച്ചെടുക്കാം. ശർക്കര ചേർത്ത കാരണം ഇളം ബ്രൗൺ കളറാണ്. എസൻസോ കളറോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇതങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട്. കേക്ക് പോലെ വീതിയിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം. അതേ മാവിനെ ഇഡ്ഡലി തട്ടിൽ ഒഴിച്ചിട്ട് 10 മിനിറ്റ് ആവി കയറ്റിയിട്ട് എടുത്തതാണിത്. ഇങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല സ്വാദാണ് ഈ പലഹാരത്തിന്. പഴം കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും ഈ ശർക്കര അപ്പം. ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായ ഇവിടുത്തെ കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു.